ഹലോ SSLC മക്കളെ, നിങ്ങളോട് ഇന്നേ വരെ നിങ്ങളുടെ പേരൻസും ടീച്ചേഴ്സും ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലേ? എന്താണ്? ഈ SSLC പബ്ലിക് എക്സാം, അവസാനം വരുന്ന എക്സാമാണ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്. അപ്പോൾ നന്നായിട്ട് പഠിക്കണം, നല്ല അടിപൊളിയായിട്ട് മാർക്ക് മേടിക്കണം, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഞാൻ നിങ്ങളോട് ഒരു സത്യം പറയുമ്പോൾ നിങ്ങളോട് ആരും ഇന്നേ വരെ പറയാത്തൊരു സത്യമായിരിക്കും, SSLC ഒരു നല്ലൊരു ടേണിംഗ് പോയിൻ്റാണ്. അത് കഴിഞ്ഞിട്ട് ഇതിനെക്കാട്ടും വലിയ ടേണിംഗ് പോയിന്റ്സ് വരുന്നുള്ളൂ. അതിനെ പറ്റിയിട്ട് ചിലപ്പോൾ കുറേ ആൾക്കാർ അറിയുന്നുണ്ടാവില്ല. SSLC എക്സാം എഴുതി കഴിഞ്ഞ് നിങ്ങൾ +1 ജോയിൻ ചെയ്യുമ്പോൾ പേരൻസ് പറയും +1ഉം +2 ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്. കാരണം എന്താണ്? അത് തീരുമാനിക്കും നിങ്ങൾ ഏത് കോളേജിൽ പോകുന്നു, ഇന്ത്യയിൽ ഏത് ഭാഗത്തേക്ക് പോകുന്നു, അത് തീരുമാനിക്കും നിങ്ങളുടെ കോളേജും അത് കഴിഞ്ഞ് ജോലിയും അങ്ങനത്തെ കാര്യങ്ങളെന്നൊക്കെ പറയും. അപ്പം +1ഉം +2 ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്. അപ്പോൾ SSLC കഴിഞ്ഞ് ഒരു സ്റ്റുഡൻറ്റിനെ വെച്ച് നോക്കിയാൽ +1 +2 വളരെ ക്രൂഷ്യലാണ്. ഈ SSLCൻ്റെ മാർക്ക്, ഈ ഫുൾ A+ എവിടെയാണ് നോക്കുക? നിങ്ങളുടെ +1 ഏത് സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നു, നിങ്ങൾക്ക് ഏത് കോഴ്സ് അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് മാത്രമേ തീരുമാനിക്കാൻ പോകുന്നുള്ളൂ. അതേപോലെ ഈ മാർക്ക് എപ്പോഴും നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റിലും റെസ്യൂമെയിലും CV-യിലും ആപ്ലിക്കേഷനിലും ഒക്കെ ഉണ്ടാവും. ഇനി +1 കടക്കുമ്പോൾ എന്താണ് സാർ വ്യത്യാസം? സാർ സബ്ജക്റ്റ് കുറഞ്ഞ് കിട്ടും, സിമ്പിൾ ആവല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ സയൻസ് എടുക്കുകയാണെങ്കിൽ എനിക്ക് 5 സബ്ജക്റ്റ് പഠിച്ചാൽ മതി, കുറച്ച് ലാംഗ്വേജും. ഈ SSLC എനിക്ക് 10 സബ്ജക്റ്റും എല്ലാം പഠിക്കണ്ടേ? എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണത്, എല്ലാ വർഷവും നിങ്ങൾ സ്കൂളിൽ ടഫായി കൂടുതൽ വരില്ല. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നതല്ല, സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ അത് ലെവൽ കൂടുന്ന പോലെ തന്നെയാണ് 10th നിന്ന് 11th. പക്ഷേ അതൊരു 10 ഇരട്ടി ടഫാക്കാം. 10th കഴിഞ്ഞിട്ട് നിങ്ങൾ 11th കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കത്തെ ഡിഫിക്കൽട്ടി എന്താണ്. നിങ്ങൾ ഇത്രയും കാലം കണ്ട പോലത്തെ ക്ലാസ്സുകളൊന്നും ആയിരിക്കില്ല, ഇത്രയും കാലം കണ്ട പോലെ സിലബസും ആയിരിക്കില്ല, എക്സാമും നല്ല ടഫാവും. അപ്പോൾ നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. എക്സാമിനർ ഇന്നേ വരെ ഒരു വീഡിയോ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല, പക്ഷേ റിയാലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് +1 എങ്ങനെ സക്സസ്ഫുൾ ആവാൻ, നിങ്ങളുടെ ലൈഫിലെ അടുത്ത ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എങ്ങനെയാണ് എക്സാമിനർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എക്സാമിനറിന്റെ +1 അഗ്നി ബാച്ചിനെ പറ്റിയിട്ടാണ് മക്കളെ. കേരളത്തിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ്, ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തരാൻ പോകുന്ന ബാച്ചാണ്. സിംപ്ലി കുറച്ച് വേർഡ്സിൽ ഞാൻ പറയുകയാണെങ്കിൽ, അപ്പോൾ എക്സാമിനറിന്റെ +1 അഗ്നി ബാച്ചിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡൗട്ടുകളൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എനിക്കറിയാം ഇത് കാണുന്നതിന് മുൻപ് തന്നെ കുറേ ആൾക്കാർ, 1000 കണക്കിന് കുട്ടികൾ ഓൾറെഡി ജോയിൻ ചെയ്തവരുണ്ടാവും. ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക, അഗ്നി ബാച്ച് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട്. എനിക്കറിയണം ആരൊക്കെയാണ് ഉള്ളതെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ബാച്ചിനെ പറ്റി പറഞ്ഞുതരാം. ഈ ബാച്ച് നിങ്ങളുടെ SSLC കഴിഞ്ഞ് റിസൾട്ട് കഴിഞ്ഞ് ഉടനെ തുടങ്ങാൻ പോകുന്ന ബാച്ചാണ് +1 വേണ്ടിയിട്ട്. +1 അഗ്നി ബാച്ച് +1 സയൻസ് എടുക്കുന്ന സ്റ്റുഡൻസിനാണ്. ബയോസയൻസ് ആയിട്ട്, കമ്പ്യൂട്ടർ സയൻസ് ആയിക്കോട്ടെ, സയൻസ് സബ്ജക്ട്സ് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സാണ് എക്സാമിനറിൻ്റെ. ഓക്കെ, അപ്പോൾ എക്സാമിനറിൻ്റെ സ്വന്തമായി നടത്തുന്ന ബാച്ചാണ്. ഇതിൽ എന്തൊക്കെ കിട്ടും എല്ലാ കാര്യവും ഞാൻ പറഞ്ഞുതരാം. ബേസിക് കാര്യങ്ങൾ ആദ്യം തന്നെ പറഞ്ഞുതരാം. ഒരു വർഷത്തെ മൊത്തം ഫുൾ 1 ഇയറിൻ്റെ ഫീസ് വരുന്നത് 6000 രൂപയാണ് ശരിക്കും. പക്ഷേ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് 4000 രൂപയാണ്. നിങ്ങൾ നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചാലും ആരോട് ചോദിച്ചാലും അവരൊക്കെ ജോയിൻ ചെയ്ത് 6000 രൂപയ്ക്കാണ് കഴിഞ്ഞ വർഷം വരെ. അപ്പോൾ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് +1 ബാച്ചിൽ 4000 രൂപയ്ക്ക് ജോയിൻ ചെയ്യാം. അതൊരു വർഷത്തെ മൊത്തം ഫീസ്. എപ്പോഴും എല്ലാവരും ചോദിക്കും, സാർ ഇതൊരു മന്ത്ലി ഫീസാണോ? അല്ല, നിങ്ങൾ SSLC കഴിഞ്ഞിട്ട് +1 കയറുന്നത് മുതൽ +1 ഫൈനൽ എക്സാം എഴുതി തീരുന്നത് വരെ ഈ ബാച്ച് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആപ്പ് അവൈലബിൾ ആയിരിക്കും, ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും, റിവിഷൻ ബാച്ച് അവൈലബിൾ ആയിരിക്കും. ഇതെല്ലാം ആ +1 ഫുൾ ഡ്യൂറേഷനാണ്. ഇനിയിപ്പോൾ ഇൻ കേസ് എക്സ്റ്റൻഷൻ വന്നാലും എക്സാം ഡിലേ ആയാലും ഒന്നും പേടിക്കേണ്ട. ഈ 4000 രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫുൾ 1 ഇയർ കോഴ്സിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ഓൾ സബ്ജക്ട്സ് ഇൻക്ലൂഡഡ് ആണ്. ഓരോ സബ്ജക്റ്റ് വൈസ് അല്ല നമ്മൾ ഫീസ് ഇടുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ക്ലാസ്, ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റി എടുക്കുന്നത് ഏറ്റവും ലോവസ്റ്റ് പ്രൈസിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന 4000 രൂപയ്ക്ക്. ഓക്കെ, അപ്പം ഇതിനെ പറ്റി ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് +1 അഗ്നി ബാച്ച് എന്ന് പറഞ്ഞാൽ ഇത്രയും ഫേമസ് ആയിട്ട്, ഇത്രയും പവർഫുൾ ആയിട്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സീനിയേഴ്സ് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞാൽ വളരെ സിമ്പിൾ വാക്കുകളിൽ എന്താണ്, ഞാൻ പറഞ്ഞ +1 എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ അല്ല. നിങ്ങൾക്ക് സബ്ജക്ട്സ് കുറയുന്നതിൻ്റെ കൂടെ തന്നെ ഓരോ സബ്ജക്റ്റിന് ഡിഫിക്കൽട്ടി കൂടും. മാത്സ് ഒക്കെ 16 ചാപ്റ്റേഴ്സ് ഉണ്ട്, നല്ല ടഫുള്ള. ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ പറയേണ്ട. പക്ഷേ ഇത് ഇമ്പോസിബിൾ ടാസ്ക് ആണോ? അല്ല. കാരണം 1000 കണക്കിന് കുട്ടികൾ ഫുൾ A+ കിട്ടും. എക്സാമിനറിൻ്റെ കുട്ടികൾക്ക് തന്നെ എത്രയോ കുട്ടികൾക്ക് ഫുൾ A+ കിട്ടിയിട്ടുണ്ട്, ഫുൾ മാർക്കും കിട്ടും. +1 കയറുമ്പോൾ മാർക്കിലാണ്. 520 ഔട്ട് ഓഫ് 520 എന്നുള്ള മാർക്ക് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കുറച്ച് കുട്ടികൾ കിട്ടുന്നതാ
അത് നിങ്ങൾക്ക് കിട്ടും. എക്സാമിനുള്ള സ്റ്റുഡൻസിന് കിട്ടിയിട്ടുണ്ട് ബാച്ചിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കിട്ടാമെന്ന് ഞാൻ പറയാം. ഓക്കെ, ഇനി ബാച്ചിൻ്റെ ഫീച്ചേഴ്സിലേക്ക് വരികയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഫുൾ സിലബസ് ക്ലാസ്, നിങ്ങൾ അടുത്ത വർഷത്തേക്കുള്ള ഫുൾ സിലബസ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഏതൊക്കെ സബ്ജക്ട്സ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഇംഗ്ലീഷ്, ഹിന്ദി ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്ക് കമ്പ്യൂട്ടർ സയൻസിന് ക്ലാസ് കിട്ടുന്നതായിരിക്കും. ഫുൾ സിലബസ് കിട്ടും. ഒരു ഡോട്ട് പോലും ഒരു പോയിന്റ് പോലും മിസ്സാവേണ്ട ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ആയിരിക്കും കിട്ടാം. സർ, ഈ ക്ലാസ്സുകൾ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക? നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ട് ഓരോ ക്ലാസ്സുകൾ കിട്ടും. അത് റെക്കോർഡഡ് ആയിട്ടും കിട്ടും, നിങ്ങൾക്ക് ലൈവായിട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ റെക്കോർഡഡ് ആയിട്ട് നിങ്ങൾക്ക് ഫുൾ സിലബസ് ഓൾറെഡി നിങ്ങൾക്ക് ഉണ്ടാവും ആപ്പിൽ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡൗട്ട് അതിൽ ചോദിക്കാം. നമ്മൾ കൂടുതൽ എക്സ്ട്രാ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് അതിൽ ചെയ്യും. ആൻഡ് ചില ടോപ്പിക്സും നമ്മൾ അതിൽ മൊത്തം കവർ ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് റെക്കോർഡഡ് വേണ്ടവർക്ക് ഫുൾ റെക്കോർഡർ കിട്ടും ആൻഡ് ലൈവ് വേണ്ടവർക്ക് ലൈവും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലൈവ് ചിലവർക്ക് റെക്കോർഡറായിട്ട് പിന്നെ കിട്ടുമോ, അതും അവൈലബിൾ ആയിരിക്കും കേട്ടോ. എല്ലാം നിങ്ങൾക്ക് എക്സാമിനർ ആപ്പിൽ കൂടി ആയിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഈ ക്ലാസ്സുകളുടെ ഓരോ റെക്കോർഡഡ് ക്ലാസ്സിനെയും ഓരോ ലൈവ് ക്ലാസ്സിനെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നോട്ട്സ് PDF ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഓരോ ക്ലാസ് കഴിഞ്ഞാൽ അതിൻ്റെ നോട്ട്സ് ആപ്പിൽ തന്നെ നിങ്ങൾക്ക് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് കിട്ടും. ക്ലാസ് കഴിയുന്നു, നോട്ട്സ് എടുത്ത് വെക്കാം, നിങ്ങൾക്ക് ആ നോട്ട്സ് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. എല്ലാം PDF നോട്ട്സും നിങ്ങൾക്ക് ഒരു ആപ്പിൽ തന്നെ കിട്ടുന്നതായിരിക്കും. അതേപോലെ ഫുൾ ക്ലാസ്സസും കിട്ടും. ഇനി എല്ലാം ചാപ്റ്ററിൻ്റെ PYQs ഉണ്ടാവും. നിങ്ങൾക്ക് SSLC കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം അല്ലേ, SSLC എക്സാമിന്, മോഡൽ എക്സാമിന്, ഫൈനൽ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതേപോലെ +1 അങ്ങനെ തന്നെയാണ്. +1 നമ്മൾ എന്ത് ചെയ്തു? നിങ്ങളുടെ കഴിഞ്ഞ 10-12 വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് എല്ലാം PYQസും നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ട് ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ SSLC ആകുമ്പോൾ നിങ്ങൾക്കറിയാം 3-4 വർഷമായിട്ടുള്ളൂ സിലബസ് മാറ്റിയിട്ട്, അപ്പം ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും അത് മുമ്പ്. ഇപ്പോൾ +1 +2 കഴിഞ്ഞ 10-12 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് പഠിച്ച് അതിൽ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്യുന്ന ചാപ്റ്റർ വൈസ് PYQ സെഷൻ ഉണ്ടാവും. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് അടിപൊളി മാർക്ക് കിട്ടും. ആൻഡ് നിങ്ങൾക്ക് റിവിഷൻ ബാച്ച് +1 അഗ്നി റീലോഡഡ് എന്ന് പറഞ്ഞിട്ട് റിവിഷൻ ബാച്ച് നമ്മൾ അവസാനം ലോഞ്ച് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് അതും ഫ്രീ ആയിരിക്കും. അപ്പോൾ അഗ്നി ബാച്ചിലെ സ്റ്റുഡൻറ്റിന് എപ്പോഴും അഗ്നി റിവിഷൻ ബാച്ചും കിട്ടുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് നിങ്ങളോട് പറഞ്ഞ റെക്കോർഡറും ലൈവ് ക്ലാസ്സും മൊത്തം കിട്ടുന്നതായിരിക്കും. ഡീറ്റെയിൽ നോട്ട്സ് പിന്നെ ഈ സബ്ജക്ട്സും കിട്ടും. പ്ലസ് നോക്കിക്കേ, CS കൂടെ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ റെക്കോർഡർ ക്ലാസ് മൊത്തം കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇതിന് കൂടെ ബുക്സ് ഫ്രീ കിട്ടുന്നു എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ 4000 രൂപ ബാച്ച് ഫീസ് വരുന്നതിൻ്റെ കൂടെ എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കാണ്ട് നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സുവോളജി, ബോട്ടണി, ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ഉള്ളവർക്ക് ഹിന്ദിയും കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇതിൻ്റെ ബുക്കുകൾ കിട്ടും. ഈ ബുക്ക് നിങ്ങൾക്ക് ശരിക്കത്തെ ബുക്കായിരിക്കും കിട്ടുക. നിങ്ങൾക്ക് PDF അല്ല, വാട്സാപ്പിൽ അയച്ചു തരുന്ന നോട്ട്സ് അല്ല, ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് കൊറിയർ ചെയ്ത് അയച്ചു തരുന്ന ബുക്സ് ആയിരിക്കും. നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 2 വീക്സ് ഈ ബുക്കുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് നമ്മൾ പോസ്റ്റലായിട്ട് അയക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ബുക്കിന് എന്തൊക്കെയാണ് കിട്ടുക? ഈ ബുക്കിൻ്റെ ഉള്ളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ക്ലാസ് നോട്ട്സ് കിട്ടും. ഓക്കെ, ഓരോ ചാപ്റ്ററിൻ്റെ ഷോർട്ട് നോട്ട്സും ഫോർമുലേസും ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും. പിന്നെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിന് സെലക്റ്റഡ് ആയിട്ട് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ PYQs ഉണ്ടാവും, ചാപ്റ്റർ വൈസ് PYQs. നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്ന PYQs ഇല്ലേ, അത് പോരാതെ നിങ്ങൾക്ക് എന്താണ് ഇതിലെ ബുക്കിൽ ഓരോ ക്വസ്റ്റ്യനും ആൻസർ ആയിട്ട് PYQസും കിട്ടും. ആൻഡ് നിങ്ങൾക്ക് എല്ലാ സബ്ജക്ട്സിനും അവസാനം നിങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങളിലെ പേപ്പറും ആൻസറും മൊത്തം കിട്ടും. ഓക്കെ, കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ഫുൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസറും കിട്ടും. അപ്പോൾ ഈ ബുക്ക് നിങ്ങൾക്ക് വാങ്ങിച്ചാൽ ഏറ്റവും ബെസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽ ആയിരിക്കും. നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിൻ്റെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാവും, പിന്നെ അതേപോലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ടാവും. ഇനി അതിൻ്റെ കൂടെ PYQs ഉണ്ടാവും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷങ്ങളിലെ പേപ്പേഴ്സിൻ്റെ നിങ്ങൾക്ക് എന്താണ് ഫുൾ ലെങ്ത് പേപ്പേഴ്സ് അങ്ങനെ തന്നെ തരും, അതിന് ആൻസേഴ്സും തരും ഈ സബ്ജക്ട്സിനൊക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനർ ലേണിംഗ് ആപ്പിൽ ഈ മൊത്തം ഫീച്ചേഴ്സും കിട്ടും. ലൈവും റെക്കോർഡഡ് ക്ലാസ്സും റിവിഷൻ ബാച്ചും എല്ലാം കിട്ടും. അതിൻ്റെ കൂടെ ഈ ബുക്സും കൂടി കിട്ടും ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക്. ആൻഡ് ഈ ബുക്സിന് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ട, അതാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഇത് മൊത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു വർഷത്തേക്ക് മൊത്തം നിങ്ങളുടെ +1 അക്കാഡമിക് ഇയറിന് മൊത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് 4000 രൂപ. ഇത് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്കാണ് മക്കളെ 6000 റുപ്പീസ് ആണ് ശരിക്കത്തെ ബാച്ച് ഫീസ് വരുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. ഇനി ഈ നമ്പർ നിങ്ങൾക്ക് റെസ്പോൺസ് ചിലപ്പോൾ ലേറ്റ് ആവും. ഇപ്പോൾ അഡ്മിഷൻ വളരെ തിരക്കായതുകൊണ്ട് നിങ്ങൾ ഈ 21 മാറ്റിയിട്ട് 23 ആക്കാം. 7592092021 അല്ലെങ്കിൽ 7592092023 ഒന്ന് വാട്സാപ്പ് ചെയ്യാം. അപ്പോൾ അവരോട് പറയാം
നിങ്ങൾക്ക് +1 അഗ്നി എന്ന്. ഓക്കെ, അപ്പോൾ +1 അഗ്നീൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവർ പറഞ്ഞു തരും. നിങ്ങൾക്ക് ആവശ്യമുള്ള ഡൗട്ട് ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് നേരിട്ട് ചോദിക്കാം. കോളിലോ ഫോണിലോ വാട്സാപ്പിലോ ഒക്കെ ചോദിക്കാം. എന്നിട്ട് വളരെ സിമ്പിളാണ്, ഓൺലൈൻ പേയ്മെൻ്റ് ആണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗൂഗിൾ പേയോ എന്ത് പേ ചെയ്യാം. ആൻഡ് ആ സ്ക്രീൻഷോട്ട് ഇവർക്ക് അയച്ചു കൊടുത്താൽ നിങ്ങളുടെ അഡ്മിഷൻ ഡണ്ണാണ്. നിങ്ങളുടെ ബുക്ക് 2 ആഴ്ചയിനുള്ളിൽ എത്തും. നിങ്ങൾക്ക് എക്സാമിനർ ലേണിംഗ് ആപ്പ് അൺലോക്ക് ആവും. ആൻഡ് നിങ്ങൾക്ക് എന്താണ്, എപ്പോഴാണ് നിങ്ങൾ ജോയിൻ അപ്പം മുതൽ +1 പഠിച്ചു തുടങ്ങാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയും സിമ്പിൾ പ്രൊസീജിയറാണ്. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നു, ബുക്സിൻ്റെ കാര്യം പറഞ്ഞു തന്നു. ആൻഡ് നിങ്ങൾക്കറിയാലോ എക്സാമിനറിൻ്റെ ടീച്ചേഴ്സിനെ പറ്റിയിട്ട് അലൻസർ ഉണ്ടാവും, അലക്സർ ഉണ്ടാവും, നിങ്ങളുടെ എല്ലാ ഫേവറേറ്റ് ടീച്ചേഴ്സ് ഉണ്ടാവും, അർച്ചന മിസ്സും ഉണ്ടാവും. ഇനി നിങ്ങൾ കാണാത്ത വേറെ എക്സ്ട്രാ കുറേ ടീച്ചേഴ്സ് ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ക്ലാസ് തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ സബ്ജക്ട്സിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റി കേരളത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി പഠിപ്പിക്കുന്നതായിരിക്കും എല്ലാ സബ്ജക്ട്സും. നിങ്ങൾ അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാം നമ്മുടെ സിലബസ് ബേസ്ഡ് എക്സാമിന് ഫുൾ മാർക്ക് കിട്ടാൻ പോകുന്ന ക്ലാസ് ആയിരിക്കും. ആൻഡ് അതാണ് നമ്മൾ അഗ്നി ബാച്ചിൽ ഓഫർ ചെയ്യുന്നത്. ഇനി കുറേ ആൾക്കാർക്ക് ഡൗട്ട്, സാർ അഗ്നി ബാച്ച് ഉണ്ട്, ഇനി ആ കീം അല്ലെങ്കിൽ നീറ്റ് എഴുതുന്ന സ്റ്റുഡൻസിന് എന്താണ്? അപ്പോൾ ഇനി കീമും നീറ്റ് എഴുതുന്ന സ്റ്റുഡൻസ് എല്ലാവരും ശ്രദ്ധിക്കുക. അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് +1 പൃഥ്വി ബാച്ച്. ഓക്കെ, +1 പൃഥ്വി ബാച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നീറ്റ്/കീം, നീറ്റ് അല്ലെങ്കിൽ കീമിൻ്റെയും കൂടി ബാച്ചാണ്. ഓക്കെ, നിങ്ങൾ +1 ജോയിൻ ചെയ്യുകയാണ്. നിങ്ങൾക്ക് എൻട്രൻസ്, എഞ്ചിനീയറിംഗ് എൻട്രൻസ്, കീം എന്ന് പറഞ്ഞാൽ എഞ്ചിനീയർ ആവാനുള്ള കേരള ബേസ്ഡ് എക്സാം ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കേരളയിൽ ഏത് ഗവൺമെൻറ് കോളേജിൽ ജോയിൻ ചെയ്യാനും എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്യാനുള്ള എക്സാമാണ് കീം. നീറ്റ് എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസ് ടെസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഏത് മെഡിക്കൽ കോളേജിലും സർട്ടിഫൈഡ് ആയ മെഡിക്കൽ കോളേജ് ഗവൺമെൻറ്റിന് കയറണമെങ്കിൽ അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ കയറണമെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് എക്സാം ആണ് വേണ്ടത്. അതൊരു ഓൾ ഇന്ത്യ ടെസ്റ്റ് ആയിരിക്കും. അത് വളരെ പോപ്പുലറാണ്, ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള വൺ ഓഫ് ദി എക്സാംസ് ആണ് ഇന്ത്യയിൽ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണമെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ബാച്ചാണ് +1 പൃഥ്വി ബാച്ച്. ഓക്കെ, അപ്പം +1 പൃഥ്വി ബാച്ച് ഒരു ആഡ് ഓൺ കോഴ്സാണോ? നിങ്ങൾ അഗ്നി ബാച്ച് മേടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ എടുക്കേണ്ട ഒരു കോഴ്സാണോ +1 പൃഥ്വി ബാച്ച്? അല്ല, നിങ്ങൾ അഗ്നി ബാച്ച് എടുക്കേണ്ട. +1 പൃഥ്വി ബാച്ചിൻ്റെ ഉള്ളിൽ അഗ്നിയിൽ +1 അഗ്നി ഞാൻ ഇത്രയും നേരം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിരിക്കും. അത് പോരാതെ നീറ്റും കീം, നീറ്റ് അല്ലെങ്കിൽ കീമിനുള്ള കാര്യങ്ങളായിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങൾ നീറ്റ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നീറ്റിലായിരിക്കും കിട്ടുക, കീം ആണെങ്കിൽ കീം പൃഥ്വിയിലായിരിക്കും ജോയിൻ ചെയ്യുക. രണ്ടും കൂടിയുള്ള കോച്ചിങ് അല്ല, അത് ഞാൻ ക്ലിയർ ആക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ബാച്ച് ഫീസ് വരുന്നത് കഴിഞ്ഞ വർഷം വരെ 9,000 rupees ആണ്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാം +1 ഫുൾ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു തരും. അത് പോരാതെ നിങ്ങൾക്ക് എക്സ്ട്രാ എൻട്രൻസ് കോച്ചിങ്ങും കൂടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഓൺലൈൻ ആയിരിക്കും. അപ്പോൾ വരുന്ന ഫീസ് 9,000 rupees ആയിരുന്നു കഴിഞ്ഞ വർഷം വരെ. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് 6,000 rupees ജോയിൻ ചെയ്യാം. ഇത് ആ +1 ഞാൻ പറഞ്ഞ ഡ്യൂറേഷൻ നിങ്ങൾക്ക് +1 തുടങ്ങുന്നത് മുതൽ അവസാനം പബ്ലിക് എക്സാം കഴിയുന്നത് വരെ. ഓക്കെ, നിങ്ങൾ ബേസിക്കലി +2 തുടങ്ങുന്ന വരെയുള്ള ഒരു 1 year ഫുൾ കോഴ്സ് ആയിരിക്കും. 1 yearനെക്കാളും കൂടുതൽ ഡ്യൂറേഷൻ ചിലപ്പോൾ ഉണ്ടാവും. ഓക്കെ, 6,000 rupees ആണ്. ഇത് അഗ്നി ആയിട്ട് വേറെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അഗ്നി ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദിസ്. ഓക്കെ, അപ്പോൾ ഞാൻ അഗ്നിന്ന് പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും ഇതിലും ഉണ്ട്. അതിൻ്റെ എക്സ്ട്രാ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഓൾ ഫീച്ചേഴ്സ് ഫ്രം +1 അഗ്നി നിങ്ങൾക്ക് കിട്ടും. അതുപോരാതെ എന്ത് കിട്ടും? നീറ്റും കീമിന് വേണ്ടി എക്സ്ട്രാ, നീറ്റ് അല്ലെങ്കിൽ കീമിന് വേണ്ടി നിങ്ങൾ ഏതാണോ ചൂസ് ചെയ്യുന്നത് അതിൻ്റെ എക്സ്ട്രാ ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. ഓക്കെ, കാരണം എന്താണ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിപ്പിക്കുന്ന പബ്ലിക് എക്സാമിനെക്കാട്ടും കുറച്ചും കൂടി ടഫർ, കുറച്ചും കൂടി ഔട്ട് ഓഫ് ദ സിലബസ്, ഔട്ട് ഓഫ് ദ സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻസ് കുറേ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ പഠിപ്പിക്കണം. കുറേ ട്രിക്സ് ഉണ്ടാകും, കുറേ മെത്തേഡ്സ് ഉണ്ടാകും, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതൊക്കെ നമ്മളെ എക്സ്ട്രാ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാവും. അതിലായിരിക്കും ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലം ഉണ്ടാവും. ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം. നിങ്ങൾ ഏതൊരു ടോപ്പറിൻ്റെ ഏതൊരു റാങ്ക് ഹോൾഡറിന് നോക്കിയാലും ഉണ്ടാവും DPP. നമ്മൾ കുറേ തിയറി മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ഈ നീറ്റും കീമെന്നും പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ തരും 4 ഓപ്ഷൻ ഉണ്ടാവും, 5 ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾ അതിൽ നിന്ന് ചൂസ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഏതൊരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ, ഏതൊരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ കുറേ പ്രോബ്ലംസ് വേണം. അപ്പോൾ നിങ്ങൾക്ക് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് DPPs തരും. ഓരോ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് DPPs തരും. അപ്പോൾ ഈ DPPൻ്റെ ഗുണം എന്താണ്? നിങ്ങളുടെ മൈൻഡ് ആദ്യത്തെ ദിവസം മുതലേ എന്താണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനും എന്ത് ആൻസർ ചെയ്യരുന്നു. കാരണം ചില ക്വസ്റ്റ്യൻസിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, ചിലതിന് പോസിറ്റീവ് ഉണ്ട്. അറ്റംപ്റ്റ് ചെയ്യാതിരുന്നാൽ 0 മാർക്ക്, ചിലപ്പോൾ അതായിരിക്കും റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ ആദ്യം മുതലേ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ 10 വർഷം സ്കൂൾ ലൈഫിൽ എപ്പോഴും ആൻസർ അറ്റംപ്റ്റ് ചെയ്യണം
ഒന്നും അറിയില്ലെങ്കിൽ എന്ത് എഴുതണം എന്നൊക്കെ പഠിച്ചിട്ടുള്ള ശീലമാണ്. എന്നാൽ ഇവിടെ ഇങ്ങനെയല്ല, ഇവിടെ ടൈം വളരെ സ്ട്രിക്റ്റ് ആണ്. ടൈം ഉണ്ട്, ഒരു ടൈം ലിമിറ്റിൽ നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം, അറിയാത്തത് വിടണം, അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനത്തെ കുറേ സ്ട്രാറ്റജീസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, +1 നീറ്റ് അല്ലെങ്കിൽ കീം എക്സാം എഴുതുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലം എന്ന് പറഞ്ഞ ഷീറ്റ് ഞങ്ങൾ തരും. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ എല്ലാം ചാപ്റ്റർ ബേസിൽ കുറേ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻസ് തന്നെ പ്രാക്ടീസ് ചെയ്ത് ഇതിൽ തന്നെ വരുള്ളൂ എക്സാം, കുറേ നമ്പറിൻ്റെ വ്യത്യാസമൊക്കെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസിൻ്റെ PDF കിട്ടും ഫസ്റ്റ് കാര്യം. പിന്നെ അതിൻ്റെ ആൻസേഴ്സ്, ഓക്കെ, ഇതിൻ്റെ ആൻസേഴ്സ് വേണ്ടിയിട്ടുള്ള ആൻസർ വെറുതെ നിങ്ങൾക്ക് ഓപ്ഷൻ മാത്രം ഇതാണോ ഓപ്ഷൻ ഇതാണോ ഓപ്ഷൻ നല്ല തരിക, നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് വീഡിയോ സൊല്യൂഷൻ വരും ഓരോ DPPൻ്റെ. ഓക്കെ, DPPൻ്റെ ഓരോ വീഡിയോ സൊല്യൂഷൻ ഉണ്ടാവും, വിച്ച് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഒരു DPP കിട്ടി, നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തതിൻ്റെ സൊല്യൂഷൻ നോക്കി കണ്ട് പഠിക്കാം, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നോട്ട്സും കിട്ടുന്നതായിരിക്കും, ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആൻസർ സൊല്യൂഷൻ്റെ നോട്ട്സ് കിട്ടും. അപ്പോൾ DPP ആണ് മക്കളെ നിങ്ങൾ ആദ്യത്തെ ദിവസം മുതൽ അവസാനം വരെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി DPP ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ സാർ ഇനി ഇത് എവിടെയാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്? അപ്പോൾ ആപ്പിനുള്ളിലാണ് നിങ്ങൾക്ക് ടെസ്റ്റ് ആഫ്റ്റർ എവറി ചാപ്റ്റർ. നിങ്ങൾക്ക് എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ ഓരോ ചാപ്റ്റർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ചാപ്റ്റർ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 3-4 ചാപ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ആ ടോപ്പിക്, ഓക്കെ, ആദ്യത്തെ 3 മോഡ്യൂൾ ഒരു ചാപ്റ്റർ ഗ്രൂപ്പായിട്ട് അതിൻ്റെ ടെസ്റ്റുകൾ ഉണ്ടാവും, കുറച്ചുകൂടി ലെങ്ത് കൂടുതൽ. ആദ്യം 10 മാർക്കിൻ്റെ ടെസ്റ്റ് ആയിരിക്കും, പിന്നെ 20 ക്വസ്റ്റിൻ്റെ ടെസ്റ്റ് ആയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങൾ അവസാനം ഒരു വലിയ ടെസ്റ്റ് 180 മാർക്കിൻ്റെ 180 ക്വസ്റ്റ്യൻസുള്ള ടെസ്റ്റുകളാണ് എഴുതേണ്ടി വരിക. അപ്പോൾ അതിന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ആദ്യം മുതലേ തുടങ്ങും. ചെറിയ ടെസ്റ്റ് ലെങ്ത് കൂട്ടി വരും. പിന്നെ അവസാനം നമ്മൾ ആ ഫുൾ ലെങ്ത് ടെസ്റ്റ് വരെ എത്തും. ഓക്കെ, അപ്പോൾ അവസാനം നമ്മൾ എന്താണ് ഈ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ, മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഈ മൾട്ടിപ്പിൾ ചോയ്സ് നിങ്ങൾ എങ്ങനെയാണോ അവസാനം ആ ഫൈനൽ കമ്പ്യൂട്ടറിൽ പോയിട്ട് എഴുതാൻ പോകുന്നത് അതേപോലെ നമ്മളത് സിമുലേറ്റ് ചെയ്തിട്ട് കുറേ ടെസ്റ്റുകൾ തരും. കാരണം സ്ട്രാറ്റജി ഇമ്പോർട്ടൻ്റ്, നിങ്ങൾക്ക് കോൺഫിഡൻസ് ബൂസ്റ്ററിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് ടെസ്റ്റുകൾ. അപ്പം ചെറിയ ടെസ്റ്റുകൾ ഓരോ ചാപ്റ്റർ മുതൽ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് മന്ത്ലി ഫുൾ ലെങ്ത് ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ മോഡ്യൂൾ ഭാഗങ്ങളായിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ആദ്യം മുതൽ നിങ്ങളെ ട്രെയിൻ ചെയ്യാൻ പോകുന്നത് വിത്ത് എക്സ്ട്രാ ലൈവ് ക്ലാസ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് DPPs, പിന്നെ അതിൻ്റെ സൊല്യൂഷൻസ് വീഡിയോസ് എല്ലാ കാര്യങ്ങളുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് ഉണ്ടാവും മന്ത്ലി. അവസാനമൊക്കെ ആകുമ്പോൾ നമ്മൾ കൂടുതലും തരും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര കാര്യങ്ങൾ തരാൻ പറ്റുമോ അതൊക്കെ നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ പോലെ എന്താണ് നിങ്ങൾക്ക് +1 അഗ്നീൻ്റെ ബുക്സ് മൊത്തം കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള സ്റ്റഡി മെറ്റീരിയൽസ് PDF ആയിട്ട് നീറ്റിന് വേണ്ടി തരും. അതാണ് നിങ്ങൾക്ക് DPP തരിക, അതിൻ്റെ നോട്ട്സ്, സൊല്യൂഷൻസ്, പിന്നെ ക്ലാസ്സുകളുടെ നോട്ട്സ് എല്ലാം കിട്ടുന്നതായിരിക്കും. ഇത് നിങ്ങൾ ആദ്യം മുതൽ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ there is nothing stopping you from getting that all India rank. നിങ്ങൾ കീമിന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് കോളേജ് എഞ്ചിനീയറിംഗ് കോളേജിൽ കയറ്റാൻ വേണ്ടിയിട്ട് ഒന്നും നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഏറ്റവും ബെസ്റ്റ് ക്ലാസ്, ഏറ്റവും അടിപൊളി ടീച്ചേഴ്സ്, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് രീതിയിലായിട്ട് പഠിപ്പിച്ചു തരും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം ഗൈഡൻസും സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്തായിരിക്കും. ഇതിനെക്കാട്ടും കൂടുതൽ ഒരു സ്റ്റുഡൻറ്റ് ഒരു റാങ്ക് ഹോൾഡറിനും ആവശ്യം വരില്ല. അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യും നിങ്ങൾക്ക് ഫുൾ എൻട്രൻസ് കോച്ചിങ്ങോടൊപ്പം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാർ എല്ലാം വലിയ എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സൊക്കെ വളരെ വലിയ പൈസ, ലക്ഷങ്ങളും 10,000 കണക്കിന് പൈസകളാണ് മേടിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ 6,000 രൂപയ്ക്ക് ഇതൊക്കെ കിട്ടുമോ? യെസ്, 6,000 രൂപയ്ക്ക് നിങ്ങൾക്ക് തന്നെ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് എൻട്രൻസ് കോച്ചിങ്ങും കിട്ടും, കീം അല്ലെങ്കിൽ നീറ്റ്. അത് പോരാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, +1 ആ പബ്ലിക് എക്സാമും കൂടി ക്രാക്ക് ചെയ്യാൻ പറ്റും. ആ +1 പബ്ലിക് എക്സാം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് തകർക്കുകയും ചെയ്യും. അതിനോടൊപ്പം നമ്മൾ എന്താണ് നിങ്ങളുടെ നീറ്റിനും കീമിനുള്ള കോച്ചിങ്ങും അടിപൊളിയായിട്ട് തരും, നിങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് തരും. അപ്പോൾ അത് മൊത്തം വരുന്നത് 6,000 rupees ഫീസാണ് വരുന്നത്. ഓക്കെ, അതിന് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ഇനി ഇതിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, സെയിം ഈ നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്യുക. നിങ്ങൾ നീറ്റ് +1 അല്ലെങ്കിൽ കീം +1 അല്ലെങ്കിൽ പൃഥ്വി എന്ന് പറഞ്ഞാൽ മതി, അവരെല്ലാം ഡീറ്റെയിൽസും പറയും. ഈ നമ്പർ കിട്ടിയില്ല, ഈ നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതി, എല്ലാ ഡീറ്റെയിൽസും അവർ പറഞ്ഞുതരും. നിങ്ങൾ ജോയിൻ ചെയ്യാണെന്ന് തോന്നുകയാണ്, റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഇതാ വാട്സാപ്പ് ചെയ്യാം, ജോയിൻ ചെയ്യാം, ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുത്ത് വെക്കാം. കാരണം ഇപ്പോൾ അഡ്മിഷൻ എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് 6,000 കിട്ടും. ഇനി എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. ഞാൻ എന്താണെങ്കിലും പറ്റുന്നത്ര റിപ്ലൈ തരാം. കുറേ ഡൗട്ട്സ് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഇനി കുറേ ആൾക്കാർക്കുള്ളൊരു കൺസേൺ ഞാൻ പറഞ്ഞുതരാം. സാർ +1 സയൻസ് കിട്ടിയില്ലെങ്കിൽ നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്തു, അഡ്മിഷനൊക്കെ എടുത്തു, +1 സയൻസ് അലോട്ട്മെൻറ്റ് കിട്ടിയില്ല. ഓക്കെ, +1 സയൻസ് അലോട്ട്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? എനിക്ക് കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയത്. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുക? അതിപ്പോൾ പറയാൻ പറ്റൂലല്ലോ.
സി നിങ്ങൾക്ക് +1 സയൻസ് കിട്ടിയില്ല നിങ്ങളിവിടെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ വിളിച്ച നമ്പർ, നിങ്ങൾ അഡ്മിഷൻ എടുത്ത നമ്പർ, നിങ്ങൾക്ക് ആ നമ്പർ അറിയാലോ, ആ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുക, എനിക്ക് +1 കിട്ടിയിട്ടില്ല, +1 സയൻസ് കിട്ടിയിട്ടില്ല, അപ്പോൾ എനിക്ക് ഈ ബാച്ച് കൊണ്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫുൾ എമൗണ്ട് ഒന്നും ചോദിക്കാണ്ട് തന്നെ നമ്മളെന്താണ് റീഫണ്ട് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ഫുൾ റീഫണ്ട് തരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ കാര്യം ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് റീഫണ്ട് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് കൊമേഴ്സ് അല്ല ആർട്സ് ആണ് കിട്ടിയ, ഒന്നും പേടിക്കേണ്ട. നമുക്ക് നിങ്ങളുടെ പൈസ കൊണ്ടൊന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് ഈ ബാച്ച് +1 സയൻസ് കിട്ടുന്നവർക്കും നിങ്ങൾക്ക് അതിനാണ് യൂസ്ഫുൾ ആവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മൊത്തം റീഫണ്ട് തരുന്നതായിരിക്കും. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്നും വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇപ്പം തന്നെ വാട്സാപ്പിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോളൂ, അവർ മനുഷ്യർ തന്നെയാണ്, എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോനെക്കാട്ടും ഡീറ്റെയിൽസ് അവർ വേണം പറഞ്ഞു തരും. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഉടനെ തന്നെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ഒരു സ്റ്റുഡൻസ് റിലേഷനെ വിളിച്ചിട്ട് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും. ആൻഡ് നിങ്ങളുടെ എന്താണ് ബുക്കും ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ +1 ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും പവർഫുൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ റെഡി ആയിക്കോളും മക്കളെ. SSLC കഴിയുമ്പോൾ നിങ്ങൾ എക്സാമിനറിൻ്റെ +1 സ്റ്റുഡൻസ് ആവാൻ പോവാണ്. നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ജോയിൻ ചെയ്തവരും ഇനി ജോയിൻ ചെയ്യാൻ പോകുന്നവരും കമൻറ്റ് ചെയ്യുക. ഓക്കെ, സീ യു ഇൻ +1 ബാച്ച്.